ഹായ് ഡിയേഴ്സ്, ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വീണ്ടും പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാനിവിടെ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. സംസാരിക്കണമെന്നുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ശ്വാസം മുട്ടാണ്, തലവേദനയുണ്ട്, പിന്നെ കുറച്ച് ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുന്ന കാര്യം ഇക്കായോ പിള്ളേരോ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവരൊക്കെ നല്ല ഉറക്കമാണ്. ഇപ്പോഴാണ് എനിക്ക് വിളി വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് പോയിട്ട് റെഡിയായിട്ട് നാസിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം വരുമായിരിക്കും, 12 മണി കഴിഞ്ഞു. പൊന്നിനെ ലേബർ റൂമിലൊന്നും നോക്കിയിട്ടില്ല, എന്നാലും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പോകണം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ ഇരുന്നാലും എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പം ഇനി പോകണ വഴിക്ക് കയറി ആവി പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫോൺ വന്നിട്ടുണ്ട്, നാസി ഇറങ്ങി. അപ്പം ഇനി പോട്ടെ. ആവി പിടിക്കാനുള്ള മാസ്കൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കല്ലമ്പലത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഒന്ന് ആവി പിടിച്ചാൽ ഞാൻ സെറ്റാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഓൾറെഡി 2-3 വട്ടം ഞാൻ അവിടെ ആവി പിടിച്ച് തന്നിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയായില്ല. തണുപ്പല്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പോണ വഴിക്ക് നമുക്കൊന്ന് ആവിയൊക്കെ പിടിച്ച് സെറ്റായിട്ട് പോവാം. കുഞ്ഞുഭാവി ഇന്ന് എന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇൻഷാ അല്ലാ. ഇക്കായ വിളിച്ചുണർത്തി കഥ പറയുക ഒരു ടാസ്ക്കാണ്. പുള്ളി നല്ല ഉറക്കമായി. അപ്പോൾ ഉറക്കമാണ്. ഞാനീ പറയുന്നതൊക്കെ ഇതിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, എല്ലാവരും കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കുന്ന. രണ്ടാമത്, അവരൊക്കെ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ട്, അതുകൊണ്ടും കൂടിയാണ്. ഈ വോയിസ് അതിൽ ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കും. അപ്പം നിങ്ങളുടെ ആക്ഷൻസ് കാണേണ്ടി വരും, വോയിസ് വേറെ കേൾക്കേണ്ടി വരും. നോക്കാം ഇൻഷാ അല്ലാ. നാളെ കൊടുക്കാനുള്ള ഒരു ചുടി ഡ്രസ്സ് ഉണ്ടായിരുന്നു, റെയ്ഹാൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ. അപ്പം ഞാനതൊക്കെ ഒന്നെടുത്ത് മടക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേഴ്സ് രാവിലെ സ്കൂളിൽ പൊക്കോളും, വലിയ പ്രശ്നമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൊരു ടെൻഷൻ. അത് എളുപ്പിക്കാം, കളി ഞങ്ങളൊക്കെ സെറ്റാക്കും ഇൻഷാ അല്ലാ. നോക്കാം. പിന്നെ അവർ തനിയെ റെഡിയായി പൊക്കോളൂ കേട്ടോ. അന്നമ്മേൻ്റെ മുടി മാത്രം കെട്ടാനേ ഉള്ളൊരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ ഒരു തനിയെ സെറ്റായി പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. 8:30 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ അവർ സ്കൂളിൽ പോകണമാണ് എനിക്കൊരു സമാധാനം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എവിടെയൊക്കെ ആക്കണം, ആകെ ടെൻഷനാവും. അപ്പോൾ അവർ സ്കൂളിൽ പൊക്കോളും. അപ്പം ഞാനിപ്പോയി അടുത്ത് കഥ പറഞ്ഞിട്ട് വരട്ടെ. കുറ്റാക്കൂര് രട്ടുമാണ് ഗൈസ്. അപ്പം ഞാൻ ആസിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളിന്ന് പുള്ളിക്കാരൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണം, ആവി പിടിക്കണമെന്ന് ഒറ്റ ഉദ്ദേശത്തിലാണ് കേട്ടോ വന്നത്. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ അവിടെ പൂട്ടിയിട്ടേക്കായിരുന്നു. എനിക്കൊന്ന് അകത്താളുണ്ട്. ഇവിടെ അതേ അവസ്ഥയാണ് കേട്ടോ. ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അവർ കിടന്നുറങ്ങുവാണെന്ന് തോന്നുന്നു. അങ്ങനെ ബെല്ലൊക്കെ കൊടുത്തപ്പോൾ ഒരു സിസ്റ്റർ വന്ന് തുറന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മനുഷ്യ കുഞ്ഞുങ്ങളെ പോലും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറെ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആവി മാത്രം പിടിച്ചാൽ മതിയായിരുന്നേ. അപ്പോൾ എൻ്റെ മരുന്നിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവർ മരുന്നൊക്കെ സെറ്റാക്കി തന്നു. കുറച്ച് ആവിയൊക്കെ പിടിച്ചു. അതൊന്ന് ആയപ്പോഴാണ് ഞാൻ ഒന്ന് ജീവൻ വീഴാന്ന് പറയില്ലേ, ആ ഒരു സംഭവമായത്. എന്നാലും മൊത്തത്തിൽ അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ചൂട് ചായയോ കാര്യങ്ങളോ ഒക്കെ കുടിക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം എങ്കിലാണ് ഒന്ന് ഉഷാറാവാമെന്ന് തോന്നുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ശ്വാസം മുട്ട് ബുദ്ധിമുട്ടും കൂടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു കടയിൽ നിർത്തിയിട്ട് ചായയല്ല, കട്ടൻ ചായക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കഷ്ടകാലത്തിന് അതിൻ്റെ അകത്ത് മിൻറ്റ് ലീഫ് ഇട്ടിട്ടാണ് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല കേട്ടോ. പൊതുവേ എനിക്ക് മിൻറ്റ് ലീഫിനോട് വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ടാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ടേസ്റ്റ് അങ്ങോട്ട് ശരിയായില്ല. എന്നാലും നമ്മൾ ആ കട്ടനൊക്കെ കുടിച്ചു. ആ ഒരു ചൂടിന് വേണ്ടിയിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചെറിയതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാടെ ഇടങ്ങേറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, പെയിൻ അതുപോലെയൊക്കെ തന്നെയാണ്, കൂടിയിട്ടില്ല, ലേബർ റൂമിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാസി എന്നെ ഇവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഒരു മനുഷ്യ കുഞ്ഞുങ്ങളും ഇല്ല ഗൈസ്. കിരീട്ടൊക്കെ കണ്ട് എനിക്ക് ഇച്ചിരി പേടിയൊക്കെ വന്നു, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നേരെ വാർഡിലോട്ട് പോവാം. അപ്പോൾ നാസിക്ക് വാർഡിലോട്ട് പ്രവേശനമില്ല, ജസ്റ്റ് പൊന്ന് പുറത്തിറങ്ങി ഒന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുവാണ്. ഇവിടെയൊന്നും ഒരാളും ഇല്ല ഗൈസ്.
നമ്മൾ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പൊന്നിന് പെയിൻ കൂടിയിട്ട് അങ്ങനെ ലേബർ റൂമിലാക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലേബർ റൂമിൽ പോവുക, തിരിച്ചു വരിക. ഇതിങ്ങനെ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതേ അവസ്ഥയിലായിരുന്നു കേട്ടോ. സത്യത്തിൽ നമ്മളെ വീഡിയോയിൽ എല്ലാ ദിവസത്തെയും കഥകളില്ല ഗൈസ്. ഞാൻ ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടെന്നല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും പൊന്നുവിനെ ലേബർ റൂമിലാക്കിയതിന് ശേഷം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് കേട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മെഡിസിൻ കൊടുക്കാം, ട്രിപ്പ് ഇടാമെന്നൊക്കെയുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ പിന്നത്തെ ദിവസം പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ഓക്കെ, കഥകളൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ തിരിച്ചു വന്നിട്ടുള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചധികം ടെൻഷൻ അടുപ്പിച്ച അല്ലെങ്കിൽ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയി ഈ ഒരു കഥ. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഡെലിവറിയൊക്കെ കഴിയും, ഇപ്പം നമുക്ക് കുഞ്ഞുമാവേ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ മണിക്കൂറും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പുറത്തിങ്ങനെ കാര്യങ്ങളൊന്നും അറിയാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് എന്തായി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ്റെ മുൾമുനയിൽ നിൽക്കുക എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ചായയോ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിയോ ഒക്കെ പറയുന്ന സമയങ്ങളിൽ ഒന്ന് അകത്ത് കയറാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ പൊന്നു പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് കുഞ്ഞുവാവയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ NICU-യിലായിരുന്നു. ചെറിയൊരു ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി, കുഞ്ഞുവാവ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മുടെ കയ്യിൽ വാവി തരുന്നത് കേട്ടോ. ആ ഒരു സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. NIC പോയിട്ട് വാവേനെ കയ്യിൽ തരുന്ന ഒരു സീൻ കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നാസി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയ്ക്കും അച്ഛനും മാത്രമേ കുഞ്ഞിനെ കാണാനുള്ള ഒരു ഇത് NIC-യിൽ കൊടുക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പൊന്നുവിനെ കൊണ്ടുവന്നിട്ട് ഫീഡ് ചെയ്യിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കുഞ്ഞിനെ കൈ കിട്ടിയിട്ടൊന്ന് ബാങ്ക് വിളിക്കാനൊക്കെ പറ്റിയത്. അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാവെ കണ്ടോ, പെട്ടെന്ന് വളർന്ന് വലുതായതല്ല, ഇത് നമ്മുടെ മിർസപ്പനാണ് കേട്ടോ. അനിയൻ്റെ കുഞ്ഞാണ് മിർസാൻ മാലിക്. അപ്പോൾ അവരൊക്കെ കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സീനാണ്. ശരിക്കും അന്നത്തേക്ക് ആയപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷൈബ വന്നപ്പോൾ ഈ ഡ്രസ്സൊക്കെ കൊണ്ട് തന്നു. ഇപ്പം ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത് തിരിച്ച് വീട്ടിൽ പോകാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഡെലിവറി സ്റ്റോറി.